തിരിച്ചുപിടിക്കുക ലക്ഷ്യം. ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഭരണം ഉറപ്പെന്ന് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. സംസ്ഥാന സർക്കാരിനെയും BJP നഗരസഭാ ഭരണത്തിനെതിരെയും വിധിയെഴുതാൻ കാത്തിരിക്കുന്നവരാണ് വോട്ടർമാരെന്ന് UDF യോഗം ഉദ്ഘാടനം ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ജനം മടുത്തു. 10 വർഷക്കാലമായിട്ടുള്ള ഒരു ഭരണസമിതി. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഭരണസമിതി നിർമ്മിച്ച ഒരു നിർമ്മാണമാണിത് എന്ന് പറയാവുന്ന ഒരു കെട്ടിടം തിരുവനന്തപുരം തമാശയായിട്ട് പറയും 52 കൗൺസിലർമാരുടെ പേര് എഴുതി വെച്ചേക്കുന്ന ഏക ഒരു മൂത്രപ്പുരയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഏക സ്ഥാപന മൂത്രപ്പുരയിലാണ് 52 കൗൺസിലർമാരുടെ പേര് എഴുതി വെച്ചത്. മൂത്രപ്പുര നല്ലതാണ്. മൂത്രപ്പുര മാത്രമേ ഒരു ഒറ്റ മൂത്രപ്പുര മാത്രമേ ഈ ഭരണസമിതിയുടെ കാലത്ത് ഉണ്ടായിട്ടുള്ളൂ. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. പാലക്കാട് എന്ത് വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. ആ വളർച്ചയുടെ വലിപ്പം നിങ്ങൾ മനസ്സിലാകണമെങ്കിൽ ഞാനാണെങ്കിൽ ഇവിടെ ഒരു വീടും സ്ഥലവും കുറെ 5 ലക്ഷത്തിൽ താഴെ ടൗൺ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട്. വിൽക്കാൻ പോകുന്നത് വാങ്ങാൻ പോകുന്നവർക്കും സന്തോഷമുണ്ട്. എന്താ തെളിയിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു. എറണാകുളം നഗരത്തിലെ വസ്തുവിന്റെ മാർക്കറ്റ് കുറയുമ്പോൾ എറണാകുളത്തെ വസ്തുവിന്റെ മാർക്കറ്റ് കുറയുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ റിയൽ ആളുകളുടെ ചോയ്സ് പാലക്കാട് ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ ഇവിടത്തേക്ക് പുതിയ എത്ര പ്രോജക്റ്റുകളാണ് വരുന്നത്? വില്ല പ്രോജക്റ്റുകളും ഫ്ലാറ്റും അപ്പാർട്ട്മെന്റ്സും ഒക്കെ എന്തുകൊണ്ടാണ് വരുന്നത്? ജനമനസ്സറിഞ്ഞ് പ്രവർത്തിക്കുകയാണ് വരാനിരിക്കുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കാനുള്ള മാർഗം. സംസ്ഥാന സർക്കാരിന്റെയും നഗരസഭാ ഭരണത്തിന്റെയും കെടുകാര്യസ്ഥതയും വീഴ്ചയും ജനങ്ങളിലേക്ക് എത്തിക്കണം. CPM-നോടും BJP-യോടും വിയോജിപ്പുള്ളവരെ ചേർത്ത് നിർത്താൻ കഴിയണം. 23-ന് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടുകൂടി വാർഡ് തല പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം MM ഹമീദ്, പാലക്കാട് നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി സെയ്ദ് മീരാൻ ബാബു, VH അഷ്റഫ്, K നാരായണൻ, കൃഷ്ണൻ, PH മുസ്തഫ, C കിദർ മുഹമ്മദ്, മാധവ വാര്യർ, P മോഹനൻ, ഹരിദാസ് മച്ചിങ്ങൽ, പ്രബുൽ കുമാർ, S സേവിയർ, രമേഷ് പത്തൂർ, SM താഹ, അനിൽ ബാലൻ, ആസിഫ് കള്ളിക്കാട്, KP ഹസ്നുപ്പ, ശൈലജ, ശാന്തി നടരാജൻ, പുഷ്പവല്ലി നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു.